കഞ്ചാവ് വിൽപ്പനക്കാരിയെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിൽ അടച്ചു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആദ്യമായാണ് ഒരു സ്ത്രീ വിൽപ്പനക്കാരിയെ കരുതൽ തടങ്കലിൽ അടയ്ക്കുന്നത്. കോഴിക്കോട് കോനാട് സ്വദേശി ഖമർനിസയെയാണ് ഒരു വർഷത്തേക്ക് ജയിലിൽ അടച്ചത്. KV രാഹുൽ ചേർന്നത്. രാഹുൽ, എങ്ങനെയാണ് ഇവർ ഈ മേഖലയിലേക്ക്, കഞ്ചാവ് വിൽപ്പനയിലേക്കൊക്കെ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസുകാർ പങ്കുവയ്ക്കുന്നുണ്ടോ? രതീഷ് ഖമറുന്നിസ കോഴിക്കോട് കോനാട് സ്വദേശിയാണ്. നിരവധി കഞ്ചാവ് അതുപോലെ തന്നെ മറ്റു മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. പിന്നീട് ഇങ്ങോട്ട് അനവധി കേസുകളിൽ ഉൾപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് ലഹരി മരുന്ന് വിൽപ്പന ഉപജീവന മാർഗമാക്കി എന്നവണ്ണം മാറ്റിയാണ് ഇവർ വിൽപ്പന നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ 17 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇവരിൽ നിന്ന് 4 കിലോയിലധികം കഞ്ചാവ് ടൗൺ പോലീസ് പിടികൂടിയിരുന്നു. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് കൊണ്ടുവന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയത്. മുൻപ് 80 ഗ്രാമിലധികം ബ്രൗൺ ഷുഗറും 2 കിലോ കഞ്ചാവുമായി കുന്നമംഗലം പോലീസ് ഇവരെ പിടികൂടുകയും ഖമറുന്നിസയെ പിടികൂടുകയും ഈ കേസിൽ 5 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ കോഴിക്കോട് എക്സൈസിൽ 3 കഞ്ചാവ് കേസും കഴിഞ്ഞ വർഷം 4 കിലോ കഞ്ചാവുമായി കോയമ്പത്തൂർ പോലീസും ഇവരെ പിടികൂടിയിരുന്നു. അങ്ങനെ നിരവധി കഞ്ചാവ് മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ്. വീണ്ടും വിൽപ്പന നടത്തുന്നു എന്ന സൂചനകൾ പോലീസിന് കിട്ടിയിരുന്നു. തുടർന്ന് ടൗൺ പോലീസ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇവരെ പൂജപ്പുര ജയിലിലായിരിക്കുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലാണ് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. നിരവധി കേസുകളുണ്ട്. തുടർച്ചയായി ഇത്തരം കേസുകൾ അവർ പ്രതിയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി ഉണ്ടാകുന്നത്. KV രാഹുലാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്.